വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമം നടത്തുന്നു. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട്. അയാളെ കേസ് പോലും എടുത്തത് അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ കോളിംഗ് അറ്റൻഷൻ. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ വളരെ കേൾക്കാം. അല്ല, എനിക്ക് കേൾക്കാൻ വയ്യ സാർ. അല്ല, പറയുന്നത് കേൾക്കണ്ടേ സാർ? സാർ, കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടി മേഖല സാർ, ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല. 95% വനിതകൾ മാത്രം പണിയെടുക്കുന്ന ഈ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് സാർ. അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ ഞാൻ ഈ സഭയ്ക്ക് മുമ്പായി കൊണ്ടുവരുന്നത് സാർ. കേരളത്തിൽ മൊത്തത്തിൽ 80 കശുവണ്ടി ഫാക്ടറികൾ നിലവിലുണ്ട് സാർ. അത് 100 ഫാക്ടറികൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അത് സ്വകാര്യ മുതലാളിമാരുടെ ഫാക്ടറികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഫാക്ടറികളും. അത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മുതലാളിമാർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ സാമ്പത്തിക പ്രശ്നത്തിൽ അങ്ങും ഗവൺമെൻറ്റും നന്നായി ഇടപെട്ടതുകൊണ്ട് ഏകദേശം ഒരു കശുവണ്ടി മുതലാളിക്ക് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം തുക കൊടുക്കുകയുണ്ടായി സാർ. ആ 10 ലക്ഷം തുക കൈപ്പറ്റിയിട്ട് പോലും ഒരു ഫാക്ടറികൾ പോലും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സ്വകാര്യ മുതലാളിമാർ ഇന്നേ വരെ തയ്യാറായിട്ടില്ല സാർ. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. അതേപോലെ തന്നെ കശുവണ്ടി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു കേന്ദ്ര പാക്കേജ് നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സാർ. കശുവണ്ടിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ എന്താണ് സാർ നടപടി ഇതേവരെ സ്വീകരിച്ചിട്ടുള്ളത് സാർ? സംഭരിച്ച തോട്ടണ്ടികൾ എത്രയും വേഗം ഫാക്ടറികളിൽ എത്തിച്ചിട്ട് കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാർ. അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ, സ്വകാര്യ മുതലാളിമാരുടെ അടഞ്ഞുകിടന്ന ഫാക്ടറികളിൽ ഈ ഓണക്കാലത്ത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും സാർ 2500 രൂപ വെച്ച് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ സാർ. അവരുടെ കാലത്ത് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5 നയാ പൈസ UDF-ന്റെ കാലഘട്ടത്തിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് കൊടുത്തിട്ടേ ഇല്ല സാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. എന്താണ് ഇവര് കാണിക്കുന്നത്? കശുവണ്ടി മേഖലയെ സംബന്ധിച്ച്, കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോ ഇവർക്ക് പുച്ഛമാണ് സാർ. ആ നിൽക്കുന്നവർക്ക് പുച്ഛമാണ് സാർ. എന്തൊരു വിരോധാഭാസമാണ് സാർ ഇവിടെ നടക്കുന്നത് സാർ. ഇപ്പോഴത്തെ AICCയുടെ പ്രസിഡന്റ് UPA ഗവൺമെന്റ് കാലത്തിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ മരണഫണ്ട് നിർത്തലാക്കി സാർ. മല്ലികാർജുന ഖാർഗെ UPA കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുമ്പോ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര പറഞ്ഞു തീർക്ക ഘട്ടത്തിലാണ് സാർ മരണഫണ്ട് നിർത്തലാക്കിയത് സാർ. പ്രതിഷേധിക്കുകയാണ്. മൈക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി
രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP വക്താവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം സ്പീക്കർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ നടത്തുന്നത്. സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനർ ഉയർത്തിയാണ് പ്രതിഷേധം. അദ്ദേഹം സംസാരിക്കട്ടെ, LOP സംസാരിക്കട്ടെ. ഇന്നിവിടെ കൊടുത്ത നോട്ടീസ്, ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളതാണ്. ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു BJP നേതാവ് ഈ രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാണ് സാർ. അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. സാർ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമം നടത്തുന്നു. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട്. അയാളെ കേസ് പോലും എടുത്തത് അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ കോളിംഗ് അറ്റൻഷൻ. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ വളരെ രൂപയാണ് കശുവണ്ടി തൊഴിലാളികൾക്ക് ബോണസായി ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. അത് ഈ ഗവൺമെന്റിന്റെ പക്ഷമാണ്. അത്തരത്തിലുള്ള പദ്ധതികൾ കുറെ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം ഒക്ടോബർ മാസത്തിൽ വിപുലമായ ഒരു പരിപാടി കൊല്ലത്ത് സംഘടിപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാറ് കുറെ ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ് സാർ. അതിൽ കുറച്ച് ഫാക്ടറികളെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നാനാരുടെ കാലഘട്ടത്തിൽ കുറച്ച് ഫാക്ടറികൾ സാർ. അതേപോലെ തന്നെ നിർത്തലാക്കിയ മരണ ഫണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ ഇടപെടുമോ ഗവൺമെന്റ്? ഉമ്മനയംഗം UPAയും കോൺഗ്രസിന്റെയും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉയർത്തിക്കാട്ടിയത്. അവ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം. ഏറ്റെടുക്കുന്ന ഫാക്ടറികളുടെ പ്രതിസന്ധി നേരത്തെ ഏറ്റെടുത്തതിന്റെ തന്നെ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം യഥാർത്ഥത്തിൽ പുതിയ കമ്പനികൾ ഏറ്റെടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ആ കമ്പനികളാകെ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായ പിന്തുണ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നൽകുന്നുണ്ട്. അവരുടെ ബാധ്യതകൾ, കടം ഉൾപ്പെടെയുള്ളത് അവർ സെറ്റിൽമെന്റ് ഉണ്ടാക്കി 2 കോടിക്ക് മുകളിലുള്ള വായ്പയാണെങ്കിൽ 50% വരെ അടച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് 1 വർഷം കൂടി നീട്ടാനായിട്ട് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ AK അഷ്റഫ് നോട്ട് ഇൻ ദ സീറ്റ്. നിരന്തരം ചെയർ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിലേക്ക് പോയിരിക്കുന്നില്ല. അതുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് ചെയർ നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക്, മിനിസ്റ്റേഴ്സിന് സബ്മിഷൻസിന്റെ ഉത്തരം ചെയർ ചെയ്യാവുന്നതാണ്. സബ്മിഷൻസിന്റെ ഉത്തരം ചെയർ റൂള് ടേബിൾ ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് സമർപ്പണം. സഭാ നേതാവും കാര്യോപദേശക സമിതി അംഗവുമായ ശ്രീ പിണറായി വിജയന്
സമിതിയുടെ 18ാമത് റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ്. സർ, കാര്യോപദേശ സമിതിയുടെ 18ാമത് റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി 9 ചെയർപേഴ്സണുമായ MP രാജേഷിന് 2024-25 സാമ്പത്തിക വർഷത്തെ ആനുകാലിക റിപ്പോർട്ട്, ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 4ാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച റിപ്പോർട്ട്, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കാവുന്നതാണ്. സാർ, തദ്ദേശ സ്വയംഭരണവും ഗ്രാമവികസനവും ഭവന നിർമ്മാണവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 9 ചെയർപേഴ്സണായ ഞാൻ 2024 ഏപ്രിൽ 1 മുതൽ 25 മാർച്ച് 31 വരെയുള്ള ആനുകാലിക റിപ്പോർട്ട്, 2024-25 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 4ാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, 2025 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2025 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ എന്നിവ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തുറമുഖം